ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഒരു അടിപൊളി സെറ്റപ്പാണ്. അതായത് സാധാരണ നമ്മൾ പാചകം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസ് സ്റ്റൗമ്മ കൂടി കറി, അതേപോലെ മറ്റു എണ്ണ പോലുള്ള സാധനങ്ങൾ അതൊക്കെ നമ്മളെ ഗ്യാസിൻ്റെ സ്റ്റൗവിൽ ആയിട്ടുണ്ടാവും. അത് ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യമായിട്ടത് കറൻ്റെ രൂപത്തിലായിട്ട് അങ്ങനെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് എങ്ങനെ നമുക്ക് വൃത്തിയാക്കാം, നല്ല തിളങ്ങി വരുന്ന രൂപത്തിലാക്കാൻ പറ്റും എന്നാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് പുറത്തുനിന്ന് സാധനങ്ങളൊന്നും വാങ്ങണ്ട, നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ മാത്രം മതി. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അത് നമ്മൾ മെയിനായിട്ട് ആദ്യം ഞാൻ പറയാൻ പോകുന്നത് സവാള. നമ്മൾ വീട്ടിലൊക്കെ സവാള ഉണ്ടല്ലോ, സവാള കിച്ചണിലൊക്കെ ഉണ്ടാവും സവാള. അപ്പോൾ ഈ സവാള നമ്മൾ മുറിച്ചിട്ട് നല്ല കട്ട് ചെയ്തിട്ടിട്ട് ഒരു 20 മിനിറ്റ് നേരം നന്നായി തിളപ്പിക്കുക. നന്നായി തിളപ്പിച്ച് ഒരു 20 മിനിറ്റ് നേരം തിളച്ചാൽ മതി കേട്ടോ. അത് തിളപ്പിച്ച് കഴിഞ്ഞിട്ടത് ആ തിളപ്പ് മാറി തണുക്കാൻ വെക്കുക. തണുപ്പിച്ചതിന് ശേഷം ഈ തണുപ്പ് ഇച്ചിട്ട് ആ തണുത്ത ആ ഒരു ലായനി ഉണ്ടല്ലോ, അത് നമ്മൾ സ്പോഞ്ചിലാക്കിയിട്ട് നമ്മൾ ഈ കറ പിടിച്ചിട്ടുള്ള നമ്മളെ ഗ്യാസ് സ്റ്റൗവിൽ നന്നായിട്ട് തുടച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നല്ല വൃത്തിയായി കിട്ടും. ഒന്നാമത്തെ ഒരു ടിപ്സ് അതാണ്. ഇനി ഇത് സവാള കൊണ്ടില്ലേ, ഇനി വേറൊരു ടിപ്സ്, അതായത് നാരങ്ങ വെച്ചിട്ട് ഈ നാരങ്ങ നീരിലുള്ളത് നാരങ്ങ നീരിൽ ഈ ഡിഷ് വാഷ് കലർത്തുക, അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും കലർത്തുക. ഇത് രണ്ടും മിക്സ് ആക്കിയിട്ട് നാരങ്ങൻ്റെ നീര് എടുത്തിട്ട് അതിക്ക് ഇത് രണ്ടും ഡിഷ് വാഷും ബേക്കിംഗ് സോഡയും മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഈ ലായനി കൊണ്ട് സ്റ്റൗവ് നന്നായിട്ട് തുടച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നല്ല വൃത്തിയുള്ള സ്റ്റൗവായിട്ട് മാറും. അപ്പോൾ നാരങ്ങ കൊണ്ടുള്ള ടിപ്സ് ഇതാണ്. ഇനി നമുക്ക് ഈ ബേക്കിംഗ് സോഡയും നാരങ്ങയും കൂട്ടിയിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ബേക്കിംഗ് സോഡ, നാരങ്ങ, പിന്നെ വിനാഗിരി, അല്ലെങ്കിൽ നാരങ്ങയിലോ അല്ലെങ്കിൽ വിനാഗിരിയിലോ ബേക്കിംഗ് സോഡ ലയിപ്പിച്ച ശേഷം സ്റ്റൗ തുടച്ച് വൃത്തിയാക്കുക. അതായത് അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ മതി, അല്ലെങ്കിൽ നാരങ്ങ നീര് മതി. ഇതിലേതെങ്കിലും ഒന്നിൽ വിനാഗിരിയോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ലയിപ്പിച്ച ശേഷം തുടച്ച് വൃത്തിയായി കഴിഞ്ഞാൽ നന്നായിട്ട് വൃത്തിയാവും. മനസ്സിലായോ? പിന്നെ ഇതാണ് ബേക്കിംഗ് സോഡ കൊണ്ടുള്ളത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ വിനാഗിരി കൊണ്ടാണ്. ഈ വിനാഗിരി സ്റ്റൗവിൽ നന്നായിട്ട് തെളിക്കുക. വിനാഗിരി ഇങ്ങനെ തെളിച്ചിട്ട് കൈ കൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് തെളിച്ചുക. ഇങ്ങനെ തെളിച്ചിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക, ഒരു 5 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്യുക. ഒരു 5 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്തിട്ട് നല്ല ഒരു തുണി എടുത്തിട്ട്, നല്ല സ്പോഞ്ചിൻ്റെ തുണി എന്തെങ്കിലും എടുത്തിട്ട് അത് തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നല്ല വൃത്തിയിൽ നമ്മളെ സ്റ്റൗവ് ഫ്രഷായിട്ടാണ് വരും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഡിഷ് വാഷാണ്. ഈ ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ടല്ലോ, ഈ ലിക്വിഡായിട്ടുള്ള ഡിഷ് വാഷ്, നമ്മൾ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ഈ ഡിഷ് വാഷ്, ഈ ലിക്വിഡ് അത് സ്റ്റൗവിൽ ഒഴിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നാണ്ട് ഒഴിക്കുകയല്ല, നമ്മൾ ഏത് ഭാഗത്താണോ ഈ കറയും ഒക്കെ പറ്റി പിടിച്ചിട്ടുള്ള അവിടെ ചെറുതായിട്ട് ഒഴിച്ചിട്ട് ഒരു സ്പോഞ്ച് എടുത്തിട്ട്, ഉണങ്ങിയ സ്പോഞ്ച് കേട്ടോ, നനവില്ലാത്ത സ്പോഞ്ച് എടുത്തിട്ട് അത് തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ നന്നായിട്ട് വൃത്തിയാവും. ഈ ഒരു ഐറ്റംസ് ഏതെങ്കിലും ഒന്ന് നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയാൽ മതി. നിങ്ങളുടെ ഈ കറ പിടിച്ച് നിൽക്കുന്ന സ്റ്റൗവ് ഉണ്ടല്ലോ, അത് അടിപൊളിയായിട്ട് നല്ല ഫ്രഷ് സ്റ്റൗവായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.